ഹരേ കൃഷ്ണ, വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് പൗർണമി തിഥിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് കുറച്ച് വൈകിയായിരിക്കും, എന്നാലും പൂജകൾ ചെയ്യാനുള്ളൊരു സമയം ഇതിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ പൗർണമിയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, എങ്കിലും വിശദമായി പറഞ്ഞു തരാം. പൗർണമി തിഥി വരുന്നത് മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ മെയ് 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15 വരെയുള്ള 2:14 വരെയുള്ള സമയമാണ്. ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഏത് കാര്യമാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. ഒന്ന്, പൗർണമി തിഥിയിൽ ധനവരവിന് ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യേണ്ട താന്ത്രികത്തെക്കുറിച്ചാണ്. രണ്ടാമത്തത് പൗർണമി മാനിഫെസ്റ്റേഷനെക്കുറിച്ചാണ്. മൂന്നാമത്തത് ലക്ഷ്മി പൂജയെക്കുറിച്ചാണ്. ആദ്യം തന്നെ ധനവരവിന് വേണ്ടി ചെയ്യുന്ന താന്ത്രികത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതിൽ 3-ൽ ഏത് കാര്യം ചെയ്യാൻ പറ്റും അതിലൊന്ന് ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് 3 കാര്യങ്ങളും ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയാവാം. നിങ്ങൾക്ക് പേഴ്സണൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകുണ്ഠം എന്ന പേരിൽ, അതിൽ ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ചോദിക്കാം. പ്രധാനമായും ഒരു കാര്യം പറയട്ടെ, ലൈവ് വരാത്തത് ഞാൻ റേഞ്ച് ഒട്ടും കിട്ടാത്തൊരു സ്ഥലത്താണ്. എനിക്ക് വൈഫൈ ഇവിടെ അവൈലബിൾ അല്ല. ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കണം. അടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ച് ഞാൻ ലൈവിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ഒരു പീസ് തുണിയിൽ നമുക്ക് വേണ്ടത് 3 ജാതിക്കയും കുറച്ച് മല്ലി ഇലയുടെ വേരുമാണ്. വേര് അധികമൊന്നും വേണ്ട, 2-3 വേര് മാത്രം ആവശ്യമുള്ളൂ. നമുക്കൊരു പിടി മല്ലിയില മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. മല്ലിയില നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് നാളെ ശനിയാഴ്ച 12 മണി മുതൽ ഇന്ന് ശനിയാഴ്ച 12 മണി മുതൽ നാളെ 2:15 വരെയുള്ള, അപ്പം ഈ വീഡിയോ ഇപ്പോൾ ഇട്ടാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. സന്ധ്യാസമയം ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സ് ടൈമാണെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഒക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു താന്ത്രികമാണ്. പൗർണമി തിഥി ഉള്ളപ്പോൾ വേണം ഇത് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പീസ് ക്ലോത്ത് എടുക്കുകയും അതിൽ 3 ജാതിക്കയും കുറച്ച് മല്ലിയിലയുടെ വേരുമാണ് വെക്കുന്നത്. ഇത് നല്ലതുപോലെ ഒരു കിഴി പോലെ കെട്ടി ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. എപ്പോഴാണ് ഇത് മാറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ 3 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. എല്ലാ മാസവും ഇത് മാറ്റേണ്ട ആവശ്യമില്ല. കുറഞ്ഞതൊരു 3 മാസമെങ്കിലും വെക്കാൻ ശ്രമിക്കുക. 3 മാസം കഴിയുമ്പോൾ വരുന്ന പൗർണമിയിൽ ഇത് അങ്ങനെ തന്നെ കളയാവുന്നതാണ്. കുഴിച്ചിടുകയോ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം. പിന്നീട് പുതിയൊരു കിഴി കെട്ടി വെക്കണം. അപ്പോൾ പുതിയ ജാതിക്ക വേണം എടുക്കേണ്ടത്. അടുത്തതായിട്ട് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞ മാസത്തെ വീഡിയോയിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ പൂർണ്ണചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും നമുക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് കയ്യിൽ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളവുമായി ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ജനലിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൽക്കണി അല്ലെങ്കിൽ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീടിന് പുറത്തോ ടെറസിലോ പോയിരുന്നോ ചെയ്യാം. ഒരു കുപ്പി വെള്ളമാണ് ആവശ്യമുള്ളത്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ചില്ല് കുപ്പി തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും ഉത്തമം. വെള്ളം കയ്യിൽ വെച്ചിട്ട് സമാധാനപരമായി ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്ന് ആദ്യം മനസ്സൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പൂർണ്ണചന്ദ്രനെ നോക്കി എന്താണ് നമുക്ക് സാധിച്ചു കിട്ടേണ്ട ആഗ്രഹം, ആ ഒരു കാര്യം സാധിച്ചു നൽകണം എന്ന് പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് ചൊല്ലാവുന്നതാണ്. ചൊല്ലിയിട്ട് ആ ഒരു കുപ്പിവെള്ളം നമുക്ക് അങ്ങനെ തന്നെ ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുന്നതിന് വേണ്ടി ഒരു അടപ്പുള്ള കുപ്പി വേണം മാറ്റിവെക്കുക. സൂര്യകിരണങ്ങൾ ഏൽക്കുന്നതിന് മുമ്പ് അതികാലേ തന്നെ ഇതെടുത്ത് അകത്ത് വെച്ചതിന് ശേഷം രാവിലെ നിങ്ങൾക്കത് കുടിക്കാം. കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിനാണെങ്കിൽ കുടുംബത്തിലുള്ള മറ്റെല്ലാവർക്കും ഇത് നൽകാവുന്നതാണ്. പിന്നെ ഫാമിലിയിലെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ
പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലും പൗർണമി വീഡിയോയിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹങ്ങൾ പ്രത്യേകം ആണെങ്കിൽ പ്രത്യേകം കുപ്പികളിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ഇതിനൊക്കെ ഭയങ്കര പവറുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ വിശ്വാസത്തോടു കൂടി ചെയ്യാനുള്ളൊരു മനസാന്നിധ്യം നിങ്ങൾ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതെ തന്നെ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ലക്ഷ്മി പൂജ, പൗർണമിയുടെ അന്ന് തന്നെ ലക്ഷ്മി പൂജ 8 മണിക്ക് ശേഷം മതി ലക്ഷ്മി പൂജ ചെയ്യുന്നത്, വളരെ ഉത്തമമാണ്. ലളിതാ സഹസ്രനാമം ചന്ദ്രനെ നോക്കി ചൊല്ലുന്നത് അതിലേറെ ഉത്തമമാണ്. അതും നമ്മൾ കഴിഞ്ഞ മാസത്തെ പൗർണമി പൂജയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പൂർണ്ണചന്ദ്രനെ നോക്കി വേണം ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നത്. അതായത് പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ലളിതാ സഹസ്രനാമം കാണാതെ ചൊല്ലാൻ അറിയില്ല എന്നൊരു മറുപടി വരും. അങ്ങനെയല്ല, പൂർണ്ണചന്ദ്രൻ ഉള്ള സമയത്ത് നമ്മളിത് ചൊല്ലാവുന്നതാണ്. പൗർണമിയിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ശ്രീചക്രം വെച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉത്തമമാണ്. പക്ഷേ ശ്രീചക്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അടുത്ത പൗർണമിയിലേക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ മോഡ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു ഹാളിലിരുന്നോ പൂജാമുറിയിലിരുന്നോ പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വീട്ടിലെവിടെയാണെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാം. കൂടാതെ ശ്രീപീഠത്തിൽ വെച്ചിട്ട് വാഴയിലയിട്ട് പച്ചരി നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ശ്രീപീഠം വെച്ചിട്ട് വേണം പൂജ ചെയ്യാൻ. ശ്രീചക്രം വെച്ചിട്ട് വേണം പൂജ ചെയ്യാൻ. ശ്രീപീഠമല്ല, ശ്രീചക്രം. എന്നിട്ട് ഈ ശ്രീചക്രത്തിൻ്റെ 2 സൈഡിലും 2 വിളക്കുകൾ വെക്കാവുന്നതാണ്. പിന്നെ ചിലർ പൗർണമി പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഈ വീഡിയോ വളരെ വൈകിയാണ് വരുന്നത്. ഈ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റാത്തത്. സത്യം ക്ഷമിക്കണം. കാരണം എനിക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ലൈവും ഒക്കെ കൃത്യമായിട്ട് വരും. ഇവിടെ ഒട്ടും തന്നെ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ല എനിക്ക്. അതുകൊണ്ടാണ് ഈ പൂജകൾ കൃത്യസമയത്ത് തന്നെ ഇടാൻ പറ്റാത്തത്. ലക്ഷ്മി പൂജയ്ക്ക് പാൽപ്പായസം നേദ്യമായിട്ട് വെക്കാവുന്നതാണ്. അതും ഞാൻ ഈ പറയുമ്പോൾ വളരെ വൈകിയാണ്, അതിന് ക്ഷമിക്കണേ. മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം ലക്ഷ്മി പൂജ ചെയ്യാൻ. 8 മണിക്ക് ശേഷം ചെയ്താൽ മതി. ഏത് സമയത്തും ചെയ്യാം പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട്. നമ്മളത് ഏതൊരു പൂജ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളത് വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ടതാണ്. നമുക്കതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ അതിന് കഴിയുള്ളൂ. കൂടുതലും പൗർണമിയിൽ നടത്തുന്ന ലക്ഷ്മി പൂജകൾക്കൊക്കെ പവർ കൂടുതലാണ് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പൗർണമിയിൽ പൂജ ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലക്ഷ്മി പൂജയ്ക്ക് മുല്ലപ്പൂക്കൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം, മണമുള്ള പൂക്കൾ എന്നാണ്. കാരണം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മണമുള്ള പൂക്കൾ. അതാണ് ഏറ്റവും ഉത്തമം. പൗർണമി ദിവസം വെളുത്ത പുഷ്പങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത്, അത് നല്ല മണമുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങളിലൊന്നാണ് മുല്ലപ്പൂ എന്ന് പറയുന്നത്. മാത്രമല്ല ആ മുല്ലപ്പൂവിൻ്റെ ആ ഒരു നല്ല മണം നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും. പൂജ ചെയ്യുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ആ ഒരു സുഗന്ധം നമ്മുടെ മനസ്സിന് ഒരു സമാധാനം നൽകുകയും ആ സമാധാനത്തോടു കൂടി നമുക്ക് പൂജ ചെയ്യാനും സാധിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മുല്ലപ്പൂ കൊണ്ട് പൂജ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിവേദ്യമായിട്ട് പാൽപ്പായസം വെക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഒരു പഴവേ ഉള്ള ഇത്തിരി പഞ്ചസാര വെക്കാനേ ഉള്ളൂ എങ്കിൽ, ഒരു ശർക്കരയേ ഉള്ളെങ്കിലും അതും ആവാം. എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പിന്നെ അത് വെക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാം, ഇടിയപ്പം ഉണ്ടാക്കി വെക്കാം. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ അത് ചെയ്യേണ്ടതാണ്. ഒരുപാട് ഡിസ്റ്റർബുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. സദയം ക്ഷമിക്കണം. കാരണം ഞാൻ വീട്ടിലല്ല, അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും നിങ്ങൾ സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ തന്നെയും അതിൻ്റെ പുണ്യം ഭയങ്കര, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം അത്ര വലുതാണ്. ഒന്നും വേണ്ട, വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഗുണവും വളരെ വലുതാണ്. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ മാസം വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പൗർണമി തിഥിയിൽ ചന്ദ്രനെ കൊണ്ട് പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രാവിലെ അതെടുത്ത് കുടിക്കുന്നത്, അത് യാതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അധികമായി ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളാണ്. പൗർണമി തിഥിയിൽ നമ്മൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും. മഹാലക്ഷ്മി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സഹോദരിയാണ്. അപ്പോൾ ചന്ദ്രൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ലഭിക്കും. ഐശ്വര്യവും മനസ്സമാധാനവും ഉണ്ടാവുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചന്ദ്രനെ നോക്കി ലളിതാ സഹസ്രനാമം ചൊല്ലാം, അത് പറ്റും. ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ അത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. പിന്നെ ജാതിക്ക വെച്ചിട്ടുള്ള അതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് 3ഉം ചെയ്യാൻ പറ്റും. ലക്ഷ്മി പൂജയ്ക്കായിരിക്കും മേ ബി ഒരു ഇച്ചിരി തടസ്സം ഉണ്ടാകുന്നത്. കാരണം ഈ വീഡിയോ വരുന്ന വൈകി ആയതുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാനുള്ള ഒരു സാവകാശം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുമാത്രമായിരിക്കും നമുക്ക് മിസ്സായി പോകുന്നതെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.